ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് ഒരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തേന്ന് നോക്കിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? മുകേഷിനെ ഞാൻ എടുത്തു പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? അയ്യോ, എന്ത് പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. സ്വന്തം 2 മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസ്രാണിയുടെ സ്വഭാവം. മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. നിങ്ങളെ കേട്ടല്ലോ, സമാധാനമായല്ലോ. അത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. അപ്പൊ ഇദ്ദേഹം ഹി ഈസ് നോട്ട് വർത്ത് ടു ബി MLA ഇൻ കൊല്ലം ഓൾസോ. മണിയമ്പള രാജുവിനെതിരായ ആരോപണം എന്തായാലും അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റി? ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ്. ചളമാക്കരുത്. അത് കഴിഞ്ഞിട്ട് ഡേ തടിയ എന്ന സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പൊ മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു, എന്റെ അടുത്ത് തന്നെ. ഒരു വേണുനാഗവള്ളിയിലെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇല്ല പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ തുറന്നിട്ടാക്കണം. ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. അല്ലെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലന്റ്. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല. മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. ഇപ്പൊ വേണ്ട, ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സിറ്റിംഗ് നിയർ മീ. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്താ മിനു, എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്? അപ്പൊ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. सन 1945 में जब गांधी जी ने बसबारा जेल में था, जेल के सुपरिंटेंडेंट ने उसको मारा. गांधी जी ने कहा यहाँ भी मारो. ആ രംഗം സദാ മനസ്സിൽ ഓർക്കുന്നതുകൊണ്ട് തൽക്കാലം നിന്റെ ഒന്നും അച്ഛന് പറയുന്നില്ല. അയ്യോ, ചക്കരയ്ക്ക് ഭ്രാന്ത്. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഇന്നത്തേക്ക് മതി. ഞാൻ പോകുന്നു. ബൈ ബൈ. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.